എന്താണ് പുതിയ വിശേഷങ്ങൾ? നമ്മളിപ്പം കേരളത്തിലാകെ വയനാട് ഇഷ്യൂ ആളുകളല്ലേ, എല്ലാ സിനിമ റിലീസ് മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാവരും ആളുകൾ അതിലാണെത്തിക്കണം. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും വയനാട്ടിലേക്കുള്ള ആൾക്കാരും അവിടെ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ആണല് പേഴ്സണലായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്താ തോന്നുന്നത്? ഇപ്പൊ അവിടെ ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ ചർച്ച പോകുന്നുണ്ട്. അതായത് ഇതിന്റെ എക്കോളജിസ്റ്റ് ഗാഡ്ഗിൽ പുള്ളി നേരത്തെ ഒരു പാനൽ ഉണ്ടാക്കി പറഞ്ഞതാണ്, ഈ സ്ഥലം വളരെ എക്കോളജിക്കലി വളരെ ഫ്രജൈലാണ്. അവിടെ ടീ പ്ലാന്റേഷനോ അല്ലെങ്കിൽ ക്വാറിയോ അല്ലെങ്കിൽ റിസോർട്ടോ തുടങ്ങാൻ പറ്റിയ സ്ഥലമല്ല. അത് ഗാഡ്ഗിൽ പലപ്പോഴായി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പറഞ്ഞാണ്. പക്ഷെ അത് എല്ലാവരും ഗവൺമെന്റ് ഇഗ്നോർ ചെയ്യുക ചെയ്തു. ജയിലായിട്ടുള്ള ഏരിയ, അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റും പറ്റില്ല. അത് പണ്ട് മുതലേ ബ്രിട്ടീഷുകാരാണ് മുതലേ ടീ പ്ലാന്റേഷനും പിന്നെ റിസോർട്ടുകളും പിന്നെ ക്വാറി ഉള്ളത് എഫക്ട് ചെയ്യില്ല. ക്വാറിയുടെ ഉണ്ടാക്കുന്ന ആ വീവ് അടിയിൽ കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ ഈ ഗാഡ്ഗിൽ നേരത്തെ വാങ്ങിയതാണ്, അത് വലിയ കളിപ്പിച്ചില്ല. ഇപ്പൊ എല്ലാവരും മുല്ലപ്പെരിയാർ പറഞ്ഞ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഗാഡ്ഗിൽ എന്ന് പറഞ്ഞത് ആരും പ്രതികരിച്ചില്ല. ശരിക്കും ദുരന്തം ഒഴിവാക്കാമായ പിന്നെ മുഖ്യമന്ത്രി ഉള്ളപ്പോഴാണ് ഒരു ബിസിനസ്സുകാരൻ വന്നിട്ട് ഇത് കൊമേഴ്സ്യലൈസേഷൻ ആയിരുന്നു പറയണ്ടേ. ഇവിടുത്തെ അധികാരികൾ ചിലപ്പോ എന്തുകൊണ്ടായിരിക്കാം അതിനെ അത്ര പ്രോത്സാഹിപ്പിക്കാൻ? നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആർക്കും ജനങ്ങളെ സേവിക്കാൻ താല്പര്യമില്ലല്ലോ, എല്ലാവരും സ്വന്തമായി ചെയ്തിരിക്കുകയാണല്ലോ. ഇതെല്ലാം എത്രയോ വാണിംഗ് കിട്ടിയതാണ്. ആ എക്കോളജിസ്റ്റ് എത്രയോ തവണ പറഞ്ഞതാണ്. ഗാഡ്ഗില് അതിന്റെ ആ പാനൽ പലപ്പോഴും പറഞ്ഞതാണ്. അത് മാത്രമല്ല, ഇത് നടക്കുന്ന തലേ ദിവസം ഇവിടെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അഭിലാഷ് എന്ന റഡാറിന്റെ ആളും റിപ്പോർട്ട് കൊടുത്താണ്. അഭിലാഷ് ഇവിടെ റഡാറിന്റെ റിസർച്ച് ഉണ്ട് കൊച്ചി യൂണിവേഴ്സിറ്റി. 29 ജൂലൈ വൈകുന്നേരം അവര് അത് പറഞ്ഞതാണ്. അവര് പുള്ളി പറയാനനുസരിച്ചാണെങ്കിൽ ഈ 2019 നടന്ന ഫ്ലഡ് ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലത്തെ പാറ്റേൺസാ വരുന്നത്. ഇനിയും പലയിടത്തും ഈ പ്രശ്നങ്ങൾ വരാം. അപ്പൊ ആളുകളെ മാറ്റി താമസിപ്പിക്കുക. എന്തായാലും വയനാട് ഒഴിവാക്കാമായിരുന്നു, എന്തോ ഒഴിവാക്കാമായിരുന്നു. ഇനി വേറെ സ്ഥലത്തിന് വരുന്നത് ഒഴിവാക്കുക. അഭിലാഷായാലും ഗാഡ്ഗിലായാലും, ഗാഡ്ഗിലെ മണ്ണൂരിലെ വാഞ്ചിറാണ്. നമ്മളിവിടെ മുല്ലപ്പെരിയാർ പറഞ്ഞ ഭയങ്കര ഇമ്പോർട്ടൻസ് ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. മുല്ലപ്പെരിയാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് ടെക്നിക്കലി അറിയുന്നവർക്ക് അറിയാം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ആണ്, അത് നല്ല ഫൗണ്ടേഷൻ ഉണ്ട്, അത്ര പ്രശ്നമില്ല. രാഷ്ട്രീയക്കാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ പണ്ട് PJ ജോസഫ് 2 പേരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് തമിഴന്മാര് മലയാളികൾ കൊല്ലുകൾ ചെയ്താണ്. നമ്മൾ എന്തൊക്കെ വന്നാലും മുല്ലപ്പെരിയാറിനെക്കാട്ടി ബോസ് കൊടുക്കുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടറാണ്. പക്ഷേ ടെക്നിക്കലി പൃഥ്വിരാജ് ആൾക്കാർ അറിയില്ലാത്തവർ പറയണ്ട. ടെക്നിക്കലി നോക്കി അതിന്റെ പഴയ ഇൻജീനിയേഴ്സ് പറയുന്നത് പഴയ ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇപ്പോഴും പിടിച്ചിരിക്കാൻ പറ്റുമെന്നൊക്കെയാ പറയാം. ഇത്രയും പഴക്കമായതുകൊണ്ടായി നല്ല ഫൗണ്ടേഷൻ ഒക്കെയാ പറയണം. പക്ഷെ നമ്മുടെ ഇതിനെക്കാട്ടും അന്ന് പറയേണ്ടതിന് ഗാഡ്ഗിലിന്റെ കാര്യമാണ്. അത് പറഞ്ഞെങ്കിൽ ഇന്ന് വയനാട്ടിലെ ഇഷ്യൂ ഒഴിവാക്കാൻ. ഇനിയും 2019 ഫ്ലഡ് പോലെ സംഭവം വരുമെന്ന് പറയണം. ഇതേപോലെ ലാൻഡ് സ്ലൈഡും ഒരുപാട് ഇനിയും വരും. അപ്പൊ ആളുകൾ മാറി താമസിപ്പിക്കുക. പിന്നെ നമ്മൾ പ്രകൃതി ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. അത് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൂടെ തുടങ്ങിയതാണ് ബ്രിട്ടനിലുള്ള. പ്രകൃതി ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് പ്രോബ്ലം എല്ലായിടത്തും പ്രശ്നമാണ്. നമ്മൾ മരങ്ങളെ നട്ടുപിടിപ്പിക്കുന്നതാണ്. നമ്മൾ രണ്ടും ബാലൻസ് ചെയ്ത് പോണേ. അതായത് ഈ വികസനവും പ്രകൃതി ഒന്നിച്ചു കൊണ്ടുപോകണം. ഇപ്പൊ ചൈനയിൽ അങ്ങനെയാണ്. ചൈനയിൽ രണ്ടും ഉണ്ട്, വികസനവും ഉണ്ട്, അതിനൊപ്പം അവരുടെ പ്രകൃതി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടും വേണം. ഇവിടെ വികസനം മാത്രമായി പോരാ, പ്രകൃതി മാത്രമായി പോരാ, രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അത് ബാലൻസ് ചെയ്ത് പോകണം. അത് ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ക്ലൈമറ്റ് പ്രോബ്ലം വലിയ പ്രശ്നമാണ്. ത്രൂ ഔട്ട് വേൾഡ് പ്രശ്നമാണ്.